ഓഗസ്റ്റ് 31-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സൈക്ലോൺ അസ്നയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സൈക്ലോൺ അസ്ന എന്ന് പറയുന്നത് UPSCയിൽ പ്രത്യേകിച്ചും ജിയോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായി മാറാൻ പോവുകയാണ്. ബിക്കോസ് സാധാരണ നമ്മൾ പഠിക്കുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒറിജിനാണ് ഈ ഒരു സൈക്ലോൺ അസ്നയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിനൊരു ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിൻ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ജസ്റ്റ് നമുക്ക് എന്താണ് അസ്ന, എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒറിജിനെ സംബന്ധിച്ച് ക്ലൈമറ്റോളജിസ്റ്റിനോട് എടുക്കുന്ന അഭിപ്രായങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് സാധാരണ കാണുന്ന ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒറിജിൻ അല്ല സൈക്ലോൺ അസ്നയ്ക്ക് വന്നിട്ടുള്ളത്. സോ സയന്റിസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻസ് വന്നതിന് ശേഷം നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു അസ്നയുടെ സിഗ്നിഫിക്കൻസ്, എന്താണ് അതിന്റെ വ്യത്യാസം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സൈക്ലോൺ അസ്ന എന്ന് പറയുന്ന സൈക്ലോൺ ഇതൊരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. ട്രോപ്പിക്കൽ സൈക്ലോൺ നമുക്കറിയാം സാധാരണ കടലിലാണ് രൂപപ്പെടാറുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി രൂപപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ കച്ച് കോസ്റ്റിന്റെ ഏരിയയിലാണ്. പാകിസ്ഥാനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡ് ഏരിയയിലാണെന്നുള്ളതാണ്. അതായത് ആ ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലാൻഡിലാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോംസ്, പ്രത്യേകിച്ചും സൈക്ലോണിക് സ്റ്റോംസ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ലാൻഡിൽ ഫോം ചെയ്യുന്നത്. വളരെ റെയർ ആണെന്ന് വെച്ചാൽ വളരെ റെയർ ആണ്. നമ്മൾ നോർമലി ഒരു ഓഷ്യൻസിലാണ് ഫോം ചെയ്യുക. അവിടെ സീ സർഫസ് ടെമ്പറേച്ചർ മിനിമം 26°C വേണമെന്നൊക്കെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ രൂപീകരണത്തിലുള്ള കണ്ടീഷൻസ് പഠിക്കുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുള്ളത് ലാൻഡിലാണ്. ഇതാണ് ഈ ഒരു അസ്നയെ റെയർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു വളരെ അപൂർവമായിട്ടാണ് ഇത് അറേബ്യൻ സീയിലും ഇത്തരത്തിൽ സൈക്ലോൺസ് രൂപപ്പെടുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സൈക്ലോൺ കുറെ കൂടി വെസ്റ്റേൺ കോസ്റ്റിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് അടുത്ത 48 മണിക്കൂറിൽ പോകുമെന്ന് പറഞ്ഞത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അറേബ്യൻ സീയിൽ ആഗസ്റ്റ് മാസത്തിലെ സാധാരണ സൈക്ലോണുകൾ രൂപപ്പെടാറില്ല. 1976 ശേഷം ആദ്യമായിട്ടാണ് ഓഗസ്റ്റ് മാസത്തിലെ സൈക്ലോണിക് സ്റ്റോം അറേബ്യൻ സീയിൽ രൂപപ്പെടുന്നത്. ഇതുവരെ മൂന്ന് സൈക്ലോണിക് സ്റ്റോമുകൾ മാത്രമാണ് അറേബ്യൻ സീയിൽ ആഗസ്റ്റ് മാസത്തിലെ റിപ്പോർട്ടറായിട്ട് 1891 മുതലുള്ള രേഖകളിൽ കാണുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് 1944 പിന്നെ 64, പിന്നെ 76. ഈ 76 കഴിഞ്ഞിട്ട് ഇന്നിപ്പോ 2024 അതിനുശേഷം ഈ ഒരു അറേബ്യൻ സീയിൽ ഓഗസ്റ്റ് മാസത്തിൽ സൈക്ലോൺ രൂപപ്പെടുന്നത്. അപ്പൊ രണ്ട് അപൂർവത, ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ സൈക്ലോൺ അറേബ്യൻ സീയിൽ രൂപപ്പെടുന്നു, രണ്ടാമത്തത് കരയിൽ രൂപപ്പെടുന്നു. ഇത് രണ്ടുമാണ് അസ്നയെ വ്യത്യസ്തമായി മാറ്റുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെ ഇത് കരയിൽ രൂപപ്പെട്ടു, അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് കരയിൽ രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് ക്ലൈമറ്റോളജിസ്റ്റിന്റെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അസ്ന എന്ന് പറയുന്നത് ടു ബി അക്നോളജ് ഓർ പ്രൈസ്ഡ് എന്നാണ് അർത്ഥം. ഇത് പാകിസ്ഥാൻ നൽകിയ ഒരു പേരാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ ഒരു അസ്നയുടെ ഭാഗമായിട്ട് 111% കൂടുതൽ മഴ വരും എന്നാണ് സെപ്റ്റംബർ 5 വരെ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി വാട്ടർ ലെവൽ, വിശ്വാമിത്രി എന്ന് പറയുന്ന റിവർ ഉണ്ട് വഡോദരയിൽ, ഗുജറാത്തില്. അവിടുത്തെ വാട്ടർ ലെവല് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിലെ ഡാമിലെ വെള്ളക്കെട്ട്, വെള്ളത്തിന്റെ ലെവലൊക്കെ താഴ്ത്തിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ സൈക്ലോൺ അസ്നയെ കുറിച്ച് നമ്മൾ ഇവിടെ നിർത്തില്ല, കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും വരും ദിവസങ്ങളിൽ എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പൊ സൈക്ലോൺ അസ്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്ലോൺ ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൽ സയന്റിസ്റ്റുകളെ ലാറ്ററൽ എൻട്രിയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള റിസർവേഷനും ഇല്ലാതെ 2700ഓളം സയന്റിസ്റ്റുകളെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ റിസർച്ച് ബോഡികളിലൊന്നായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലേക്ക് റിക്രൂട്ട് ചെയ്തത്. ആക്ച്വലി നമ്മൾ ഓൾറെഡി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള ലാറ്ററൽ എൻട്രി നിർത്തിയ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഈ ഒരു വാർത്തയും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ലാറ്ററൽ എൻട്രി വഴി 2007 മുതൽ ഏകദേശം 2700ഓളം സയന്റിസ്റ്റുകളെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ലാറ്ററൽ എൻട്രി പ്രകാരം. അതായത് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആയിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും സീനിയർ ലെവലിലുള്ള റിക്രൂട്ട്മെന്റുകളാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ലാറ്ററൽ എൻട്രി സിസ്റ്റത്തിൽ അവരുടെ എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുക. റിസർവേഷൻ പോളിസി മൈൻഡ് ചെയ്തില്ല. അതായത് SC ST OBC റിസർവേഷൻസ് ഒന്നും കൊടുക്കില്ല. ഇത് ആക്ച്വലി ഭരണഘടന പ്രകാരം നൽകേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസ് ആണ്, അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ലാറ്ററൽ എൻട്രി അഗ്രികൾച്ചർ റിസർച്ചിൽ IKR നടത്തുന്നതിനെ സംബന്ധിച്ച് വളരെയധികം ക്രിറ്റിസിസം ഉണ്ട്. ഉദാഹരണത്തിന്
ഏകദേശം 3750 സയന്റിസ്റ്റുകൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ലാറ്ററൽ എൻട്രിയെ നിരോധിക്കണം, ലാറ്ററൽ എൻട്രി ഇനി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ റെസൊല്യൂഷൻ പ്രകാരം ഇത്തരത്തിൽ ലാറ്ററൽ എൻട്രി വരുന്ന ഈ ഒരു സയന്റിസ്റ്റുകൾ അവര് ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ഉണ്ടാക്കുന്നു, അവർ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു ടോക്സിക് വർക്ക് കൾച്ചർ ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ സയന്റിസ്റ്റുകൾ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കോമൺ എക്സാമിനേഷൻ വഴിയാണ് നോർമലി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് 25 വർഷമായിട്ട് ഇവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു എക്സാമിനേഷനിലൂടെ വന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സീനിയർ ലെവലിലേക്ക് ഇത്തരത്തിലുള്ള ലാറ്ററൽ എൻട്രി റിക്രൂട്ട്മെന്റ് വരുന്നത്. അവർ വരുന്നതോടുകൂടിയിട്ട് ഇവരുടെ പ്രൊമോഷൻ സാധ്യതകളെയും ഇവരുടെ മുന്നോട്ടുള്ള പോക്കും ഒക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുകൂടി പറയുന്നത്. അപ്പോൾ ലാറ്ററൽ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവിടെയുള്ള ലോങ് സെർവിങ് ആയിട്ടുള്ള അതായത് മെറിറ്റ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് സീനിയർ പൊസിഷൻസിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ഈ ഐക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ്, സ്വതന്ത്ര അധികാരമുള്ള ഓർഗനൈസേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന് കീഴിലാണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർസിന്റെ കീഴിലുള്ള മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണെന്ന് ഓർത്തുക. 1929 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന്റെ പേര് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്കിയത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 101ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, 71ഓളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഈ ഒരു ഐക്കാറിന്റെ കീഴിലായിട്ട് വരും എന്നുകൂടി ഓർത്തുക. ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിസർച്ചുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ബോഡിയാണ്. അഗ്രികൾച്ചർ റിസർച്ചിനെ കോർഡിനേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക. പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കോർപ്പറേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, അനിമൽ സയൻസ് തുടങ്ങിയ മേഖലകളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഐക്കാറാണ്. ഇത് ഓൾറെഡി പറഞ്ഞ പോലെ യൂണിയൻ മിനിസ്ട്രിയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആണെന്ന് ഓർത്തുക. ഐക്കാർ വിഷൻ 2050 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് ഫ്രെയിം വർക്കും പ്രത്യേകിച്ചും ഇന്നോവേഷൻ ലെഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഗ്രോത്ത് രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഐക്കാർ വിഷൻ 2050 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഈ ഒരു ഐക്കാർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത തമിഴ്നാടിൽ നിന്നാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, അതായത് സെൻട്രൽ ഗവൺമെന്റിലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി തമിഴ്നാടിനോട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഫണ്ട് കിട്ടുന്നതിന്, സമഗ്ര ശിക്ഷാ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി, എന്താണ് ഈ ഒരു വാർത്ത എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.